പിന്നെ അടുത്തത് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ. ക്രിയേറ്റീവ് ചിൽഡ്രൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എന്തൊക്കെയായിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ്? ക്യൂരിയസ് ആയിരിക്കും അല്ലെ, എന്തിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ, ആ ക്യൂരിയോസിറ്റി കാണും. പിന്നെ എന്താണ്, ഇമാജിനേറ്റീവ് തിങ്കിങ് ഉണ്ടാവും. അതായത് ഫാന്റസി പ്ലേ, സ്റ്റോറി ടെല്ലിങ്, ഡേ ഡ്രീമിങ്, ഇതെല്ലാം എന്തുണ്ടാവും, ക്രിയേറ്റീവ് ചിൽഡ്രനിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ എന്താണ്, പുതിയ എക്സ്പീരിയൻസ്, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് അവർക്ക് എന്താ പറയാ, ആ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവില്ല. അവർക്ക് എന്താണ്, അത് ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. അത് ജയിച്ചോ തോറ്റോ അല്ലെങ്കിൽ കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ്. അവർക്ക് എന്ത് വേണം, എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ റിസ്ക് ടേക്കിംഗ് ആയിരിക്കും. റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫെയിലിയേഴ്സിനെ കുറിച്ച് ഓർത്ത് ചെയ്യാതിരിക്കുവോ, അല്ല അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യാതിരിക്കുവോ, അങ്ങനെ ആയിരിക്കില്ല കുട്ടികൾ. ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, റിസ്ക് എടുക്കും. പിന്നെ അവർക്കെല്ലാം തന്നെത്താൻ ചെയ്യേണ്ടി വരും, ഇൻഡിപെൻഡൻസ് ഉണ്ടാകും. പിന്നെ അവരുടെ ഒബ്സർവേഷൻ സ്കിൽസ് എങ്ങനെയായിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്യും. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണെങ്കിൽ ആ കുട്ടികൾ എന്ത് ചെയ്യും, ക്രിയേറ്റീവ് ആണെങ്കിൽ അതിന്റെ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ അവർക്ക് എന്തുണ്ടാവും, ഓർമ്മയുണ്ടാവും. പിന്നെ അവർ വളരെ പ്ലേഫുള്ളും ഹ്യൂമറസും ആയിരിക്കും. പിന്നെ പെർസിസ്റ്റൻസ് ആൻഡ് ഫോക്കസ് ഉണ്ടായിരിക്കും. അതായത് അവർക്ക് ഡീപ് ഫോക്കസ് ആൻഡ് ഡിറ്റർമിനേഷൻ വെൻ എൻഗേജ് ഇൻ ടാസ്ക്. ഒരു കാര്യം ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കോൺസെൻട്രേഷനോട് കൂടി ആ കാര്യം ചെയ്യാനും അത് തീർത്തിട്ടേ അവിടെ നിന്ന് എണീക്കൂ എന്നൊരു ഡിറ്റർമിനേഷൻ. അത് ഏജ് വൈസ് ആണ് കേട്ടോ. നമ്മൾ ഇപ്പം ഒത്തിരി ഹാർഡായിട്ട് അങ്ങനെ അല്ല നോക്കുന്നത്. പക്ഷേ ഒരു ചെറിയ കുട്ടിക്ക് എത്ര ചെയ്യാൻ പറ്റുന്നോ ആ ഒരു ഇതിൽ അവർ വളരെ ഫോക്കസ്ഡും വളരെ ഡിറ്റർമിൻഡുമായിട്ട് കാണാം ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ. പിന്നെ എന്താണ്, സെൻസിറ്റീവ് ടു ഇമോഷൻ ആയിരിക്കും. അവർ ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികളായിരിക്കും. എനർജി ലെവൽ ഹൈ ആയിരിക്കും. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നല്ല സ്ട്രോങ് ആയിരിക്കും. അതായത് ഒരു പ്രശ്നം കണ്ടാൽ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ ഓരോ പ്രശ്നത്തിനും സൊല്യൂഷൻസ് കാണും, അല്ലെങ്കിൽ കാണാനുള്ള ഒരു കഴിവുണ്ടാവും. നമ്മൾ ആലോചിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവർ ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്കിൽ ഉണ്ടാവും. പിന്നെ നോൺ കൺഫോമിലിറ്റി എന്താണ്, പ്രിഫേഴ്സ് ടു ഫോളോ ദെയർ ഓൺ പാത്ത് ആൻഡ് മേ ചലഞ്ച് കൺവെൻഷണൽ നോംസ്. അവർക്ക് അവരുടേതായ രീതികളിൽ തന്നെ ചെയ്യാൻ എന്താ പറയാ, വാശി പിടിക്കുന്ന കുട്ടികളുണ്ടല്ലോ, എനിക്കിത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ പറയുന്ന പാത്തിലല്ല ആയിരിക്കും, അത് കൺവെൻഷണൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കില്ല, അല്ലാതെ തന്നെ അങ്ങനെ ഉണ്ടാവും. പിന്നെ എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നന്നായിട്ട് എന്താണ്, ഒന്നുകിൽ ആർട്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് കൊണ്ട് അവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. പിന്നെ അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇതൊക്കെയാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ പൊതുവെ ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. നെക്സ്റ്റ് പറയുന്നത് എങ്ങനെ നമുക്ക് കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആക്കാം, ഫോസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ ചെയ്യാം നമുക്ക്? ഒന്നാമത് ക്യൂരിയോസിറ്റി, ക്വസ്റ്റ്യനിങ് ഒക്കെ നമുക്ക് എൻകറേജ് ചെയ്യാം കുട്ടികളുടെ, അല്ലെ? അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം, എൻകറേജ് ചെയ്ത് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ചോദിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ അവരെ വഴക്ക് പറയില്ല, അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യില്ല. ഓക്കെ. പിന്നെ എന്താണ്, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കാം. ഓപ്പൺ എൻഡഡ് പ്ലേസ്, അതായത് ഇപ്പൊ ക്ലേ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്സ് കൊടുത്തിട്ട് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക. അതായത് നമ്മൾ ചെയ്തത് തന്നെ ചെയ്യിക്കല്ലേ. ഇപ്പം എനിക്കൊരു വീട് ഉണ്ടാക്കാൻ അറിയാം, ഞാൻ ആ വീട് ഉണ്ടാക്കി കൊടുക്കുക, ആ വീട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അങ്ങനെയല്ല. ബ്ലോക്സ് അവർക്ക് കൊടുത്തിട്ട് എന്താ ഉണ്ടാക്കാൻ ഇഷ്ടം അത് ഉണ്ടാക്കിക്കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അവരുടെ തന്നെ ഫ്രീ മൈൻഡിനെ എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് എൻകറേജ് ചെയ്യാം. പിന്നെ എന്താണ്, ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷനെ നമുക്ക് എൻകറേജ് ചെയ്യാം. ഇപ്പം എന്താ പറയാ, വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ മ്യൂസിക്കിൽ കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. അപ്പൊ ഒരു മണിക്കൂർ അവരോട് പറയാണ്, ഇത് ആർട്ട് അവറാണ്, ഇഷ്ടമുള്ളത് ചെയ്യാം, ആർട്സ് ആയിട്ട് റിലേറ്റഡ് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സമയം വെച്ച് കൊടുക്കുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും, ആ ഒരു മണിക്കൂർ അവിടെ ഇരിക്കും. പിന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു സമയത്ത് അവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അവർക്ക് എന്താണ്, ഒരു സ്പെസിഫിക് ടൈം കൂടെ കിട്ടുകയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്, അലൗ ടൈം ഫോർ അൺസ്ട്രക്ചേർഡ് ആക്ടിവിറ്റീസ്. സ്വന്തമായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കുക. നമ്മൾ എപ്പോഴും ഈ ടൈം ടേബിൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, അവർക്കൊരു ഫ്രീ ടൈം ഇല്ല, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാനുള്ളൊരു ഫ്രീ ടൈം അവർക്ക് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുക, കുട്ടികൾക്ക് വളരാനുള്ളൊരു സ്പേസ് കൊടുക്കാൻ നമുക്ക്. പിന്നെ എന്താണ്, അവരുടെ ചെറിയ ചെറിയ എഫേർട്സിനെയും അതിന്റെ ഔട്ട്കംസിനെയും എല്ലാം പ്രേസ് ചെയ്യുക. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളവിടെ എഫേർട്സിനെ പ്രേസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം അവർക്ക് എല്ലാത്തിലും സക്സസ് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ അവരങ്ങനെ അത് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. പിന്നെ എന്താണ്, ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, തെറ്റുകൾ സംഭവിക്കാം, അല്ലെ? അവർക്ക് തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ അങ്ങനെ ആയാൽ പോലും
അതിനെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് എന്താ പഠിച്ചത്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ അതിൽ നിന്ന് തന്നെ അവരെ എന്ത് ചെയ്യണം, പുതിയ ചലഞ്ചസ് കണ്ടുപിടിക്കാനും ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ചിൽഡ്രൻസിന് കുട്ടികൾക്ക് പല എക്സ്പീരിയൻസസ് കൊടുക്കുക. പല എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവരെ കാണിച്ചു കൊടുക്കുക, ലോകം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. പല കാര്യങ്ങൾ, ചുറ്റുമുള്ള കാര്യങ്ങൾ, ഇപ്പം പുഴയിൽ കൊണ്ടുപോയി പുഴ കാണിക്കുക, പുഴയിലെ കല്ലുകൾ പറക്കി കൊടുക്കുക, മ്യൂസിയം ഉണ്ടെങ്കിൽ അത് കാണിക്കുക, പാർക്കിൽ കൊണ്ടുപോവുക. എല്ലാ കാര്യങ്ങളും അവർ പറ്റുന്നത്ര കാര്യങ്ങളെ അവരെ എക്സ്പീരിയൻസ് ചെയ്യിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് അവരുടേതായ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എല്ലാത്തിനെ കുറിച്ചും ഡെവലപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല, അവർക്ക് അവരുടെ രീതിയിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോബ്ലം സോൾവിങ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുക അല്ല വേണ്ടത്, അവരെ തന്നെ ചെയ്യാനും പ്രേരിപ്പിക്കണം. നമ്മൾ അവരെന്തായി, അവർക്ക് കാണുന്ന പ്രശ്നങ്ങൾക്ക് അവർ തന്നെ എങ്ങനെ ചെയ്യും, സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പിന്നെ എന്താണ്, ടീം വർക്കിനെ എൻകറേജ് ചെയ്യുക, കൊളാബറേഷൻസിനെ എൻകറേജ് ചെയ്യുക, ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുക, സ്ക്രീൻ ടൈം പാസീവ് എന്റർടൈൻമെന്റിനെല്ലാം മിനിമൈസ് ചെയ്യുക. സ്ക്രീൻ ടൈമിൽ എന്താന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, അത് തരുന്നത് ജസ്റ്റ് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം അതിലും കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് കുട്ടികൾ വർക്ക് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, തന്നെ കളിക്കുമ്പോഴായിരിക്കും, വായിക്കുമ്പോഴായിരിക്കും അല്ലെ, പുറത്തു പോയി കളിക്കുമ്പോഴായിരിക്കും. സോ സ്ക്രീൻ ടൈം മാക്സിമം ലിമിറ്റ് ചെയ്ത് നമ്മൾ അവരുടെ ആക്റ്റീവ് എന്റർടൈൻമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. പിന്നെ എന്താണ്, സേഫ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളിലുള്ള ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്രിയേറ്റിവിറ്റിയും ഇന്റലിജൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നമ്മൾ ക്രിയേറ്റിവിറ്റി ഇന്റലിജൻസ് ആണെന്ന് പറയാൻ പറ്റും, ഇല്ല. ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റിയാണ്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു എന്താ പറയാ, നോളജ് അക്വയറൻസ്, സ്കിൽ അക്വയറൻസിനുള്ള എബിലിറ്റിയാണ് അല്ലേ. പക്ഷെ ക്രിയേറ്റിവിറ്റി എന്താണ്, പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇന്റലിജൻസ് പറയുന്നത് പ്രൈമർലി ഫോക്കസ്ഡ് എന്തിലാണ്, ഇൻ ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ സ്കിൽസ് ആൻഡ് ഫാക്ച്വൽ നോളജ്. അത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്നാൽ ക്രിയേറ്റിവിറ്റി ഈസ് ബേസ്ഡ് ഓൺ വാട്ട്, ഒറിജിനൽ തോട്ട്, ഇമാജിനേഷൻ, നോവൽ സൊല്യൂഷൻസ് ടു പ്രോബ്ലം. ഇതൊക്കെയാണ് എന്ത്, ക്രിയേറ്റിവിറ്റി ആയിട്ട് വരുന്നത്. ഇന്റലിജൻസ് എന്തിൽ നിന്ന് വരുന്നതാണ്, കൺവേർജന്റ് തിങ്കിങ്ങിൽ നിന്നാണ് വരുന്നത്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂഷൻ എടുത്തു അല്ലേ, അതാണ് കൺവേർജന്റ്. എന്നാൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡൈവേർജന്റ് തിങ്കിങ്ങിൽ നിന്ന് വരുന്നതാണ്. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിലൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഔട്ട്കംസ് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ് എന്ത്, ക്രിയേറ്റിവിറ്റി. നമ്മൾ ഒന്നിലേക്ക് തിരിച്ചു വരുന്നതാണ് കൺവേർജന്റ്. ഇതിന്റെ സൊല്യൂഷൻ ഇതാണ് എന്ന് പറയുന്നതാണ് കൺവേർജന്റ് തിങ്കിങ്. അതെന്താണ്, അത് ഇന്റലിജൻസിന്റെ പാർട്ടാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇങ്ങനെയും ചെയ്യാമല്ലോ എന്ന് ആലോചിക്കുന്നതാണ് എന്ത്, ക്രിയേറ്റീവായിട്ട് വരുന്നത്. പിന്നെ ഇന്റലിജൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, നമ്മൾ IQ ടെസ്റ്റുകളിലൂടെയാണ് ഇന്റലിജൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, സ്കൂളിൽ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ടെസ്റ്റ് ഉണ്ട് അല്ലെ, അതിൽ നിന്നാണ് നമ്മൾ ഇന്റലിജൻസ് മെഷർ ചെയ്യുന്നത്. ക്രിയേറ്റിവിറ്റിയോ, typically assessed through creativity test, open-ended task, or by evaluating novelty and originality. അപ്പോൾ ക്രിയേറ്റിവിറ്റി അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടെസ്റ്റുകളിലൂടെയും ഓപ്പൺ എൻഡഡ് ടാസ്കുകളിലൂടെയുമാണ് അല്ലേ. അപ്പം അതിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, പുതിയതാണോ, എത്ര ഒറിജിനൽ ആണ് അത്, അതായത് എത്ര ഈ കുട്ടിയുടെ മാത്രമായിട്ടുള്ളതാണ് അത് എന്നതാണ് നമ്മൾ ക്രിയേറ്റിവിറ്റിയിൽ നോക്കുന്നത്. പിന്നെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചേർഡ് ആയിട്ടും അനലിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് ഇന്റലിജൻസ് എന്താണ്, യൂഷ്വലി നോൺ മെത്തേഡ്സിനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ഉള്ള കഴിവിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നതും സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. എന്നാൽ ക്രിയേറ്റിവിറ്റി ആണെങ്കിലോ കംപ്ലീറ്റ്ലി അൺസ്ട്രക്ചേർഡ് ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട്, ഓപ്പൺ എൻഡഡ് ആയിട്ട് പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ആയിട്ടും അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ആയിട്ടും പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്, ഇന്റലിജൻസ് റിലേസ് ഹെവിലി ഓൺ ലേൺഡ് ഇൻഫർമേഷൻ, ലോജിക്കൽ റീസണിങ് ആൻഡ് എക്സിസ്റ്റിംഗ് നോളജ്. അതായത് നമുക്ക് ഓൾറെഡി ഉള്ള ഇൻഫർമേഷനിലാണ് ഇന്റലിജൻസ് ഹെവിലി ഡിപ്പെൻഡഡ് ആയിട്ടുള്ളത്. നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഓൾറെഡി അറിയാം. ഈ അറിയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് അത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാം. അതാണ് നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റിയോ, ഇറ്റ് ഇസ് ലെസ് ഡിപ്പെൻഡന്റ് ഓൺ പ്രയർ നോളജ്. നമ്മൾ എന്താ ചെയ്യുന്നത്, കൂടുതലും നമ്മുടെ ഇമാജിനേഷൻ യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇന്റലിജൻസ് എന്താണ്? മോർ പ്രെഡിക്റ്റബിൾ ആണ്, ലീനിയർ ആണ്, ഫോളോസ് ലോജിക്കൽ സ്റ്റെപ്പ് ആണ്. എന്നാൽ ക്രിയേറ്റിവിറ്റിയോ കംപ്ലീറ്റ്ലി അൺകൺവെൻഷനൽ ആണ്. അല്ലേ? നമ്മൾ ഒരു നേരത്തെ ഉള്ള ഒരു വഴി കൂടെ നടക്കുന്നത് ഇന്റലിജൻസ് ആണ്, എന്നാൽ പുതിയൊരു വഴി കണ്ടുപിടിക്കുന്നത് ക്രിയേറ്റിവിറ്റി ആണ്. സോ ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി രണ്ടും രണ്ട് ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആണ്. അതിന്റെ കമ്പാരിസൺ ആണ് നമ്മളിത് കണ്ടത്.